ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖമല്ല എല്ലാവർക്കും? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ മാസം റിലീസായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമയുടെ കഥയാണ്. 2008 ഇറങ്ങിയ ദ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ സിനിമ കണ്ടാൽ മതി കേട്ടോ. കാരണം അതിലെ ചില ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ആ സിനിമയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അമേരിക്കയിൽ ഇപ്പോൾ പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ തേഡിയസ് റോസ് ആണ്. ആദ്യം കാണിക്കുന്നത് പ്രസിഡന്റിന്റെ ഒരു സ്പീച്ചാണ്. ആ സ്പീച്ചിന് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളി ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. ഇപ്പൊ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ ഈ സ്പീച്ചിൽ പറയുന്നത്. മാത്രമല്ല, അയാൾ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പൊങ്ങി വന്ന ഒരു ഹ്യൂജ് മാസിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സെലസ്റ്റിയൽ ഐലൻഡില് ഈ ഒരു സംഭവം മാർവലിന്റെ ഏത് സിനിമയിലാണ് പറയുന്നത്? ഇനി ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ആണോ അതോ എറ്റേണൽസ് ആണോ? എനിക്ക് അറിയാഞ്ഞിട്ടാട്ടോ, ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതേ സമയം തന്നെ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക സാം വിൽസൺ പുള്ളി ഇപ്പം റോസിന്റെ ആ പ്രസംഗത്തെ കുറിച്ചൊക്കെ ന്യൂസിൽ പറയുന്നതും കേട്ട് ഒരു ബാറിലിരിക്കുകയാണ്. ഈ സമയം തന്നെ ന്യൂസിൽ പറയുന്നത് തേഡിയസ് റോസിന്റെ ചില പാസ്റ്റിലെ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇൻക്രെഡിബിൾ ഹൾക്കിൽ നടന്ന ആ അബോമിനേഷനും ഹൾക്കും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫൈറ്റ് കാരണം സിറ്റിയിൽ നല്ല രീതിയിലുള്ള ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ കാരണം ഈ തേഡിയസ് റോസ് ആണ് എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത്. ഇതേ സമയം തന്നെ ഈ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഫെസിലിറ്റിയിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വ്യക്തി. അങ്ങനെ 5 മാസങ്ങൾ കഴിഞ്ഞു. റോസിന്റെ നിർദ്ദേശപ്രകാരം ക്യാപ്റ്റൻ ഇപ്പോൾ ഒരു ബിൽഡിംഗിലേക്ക് വന്നിരിക്കുകയാണ്. മിലിറ്ററിയിൽ 2 ആൾക്കാർ പുറത്തു നിന്നും അവരുടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് ക്യാപ്റ്റന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവന്റെ പേര് ജാക്വലിൻ ടോറസ് എന്നാണ്. ഇവനാണ് അടുത്ത ഫാൽക്കൺ ആവാൻ പോകുന്നത്. ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു സാധനം മോഷണം പോയിട്ടുണ്ട്. ഒരു കാനിസ്റ്റർ ആണ്. സെർപ്പന്റ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പാണ് അത് അടിച്ചു മാറ്റിയത്. അതിന്റെ തലവന്റെ പേര് സൈഡ് വൈൻഡർ എന്നാണ്. അയാൾ അത് അടിച്ചു മാറ്റിയിട്ട് ഈ ഒരു ബിൽഡിംഗിൽ വെച്ചിട്ടാണ് അത് സെയിൽ ചെയ്യാൻ പോകുന്നത്. അവിടേക്ക് ഒരു ബയ്യർ വരും. ഈ ഇൻഫർമേഷൻ കിട്ടിയതിനെ തുറന്നിട്ടാണ് ക്യാപ്റ്റൻ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കാനിസ്റ്റർ വീണ്ടെടുക്കണം. അങ്ങനെ സാം ആ ബിൽഡിംഗിലേക്ക് എത്തി. ഈ സമയം അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അങ്ങനെ വന്ന ഉടനെ തന്നെ സാം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സാമിന്റെ ഈ സ്യൂട്ട് ഉണ്ടല്ലോ, അത് വൈബ്രേനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതങ്ങനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. ഇതേ സമയം തന്നെ സൈഡ് വൈൻഡർ ആണെങ്കിൽ ആ ബിൽഡിംഗിന്റെ അകത്താണ് ഇരിക്കുന്നത്. അയാളെ കുറച്ച് ഹോസ്റ്റേജസിനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പം അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് സാം അങ്ങോട്ട് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സാം അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവന്മാരെ കിടിച്ചിട്ടതിന് ശേഷം സാം ആ ഹോസ്റ്റേജസിനൊക്കെ മോചിപ്പിക്കുകയാണ്. ഈ സമയം ആ സൈഡ് വൈൻഡറിന്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ കാനിസ്റ്ററും കൊണ്ട് ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അത് മനസ്സിലാവുമ്പോൾ ടോറസ് ഉടനെ തന്നെ ആ കാര്യം സാമിനെ വിളിച്ചറിയിക്കുന്നു. നീ എന്തായാലും ഇപ്പൊ ആ ബിൽഡിംഗിലല്ലേ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോ എനിക്കറിയാം നീ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന്. നീ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പണി മേടിക്കാതെ നോക്കണം എന്നാണ് സാം പറയുന്നത്. ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ടോറസ് അവന്മാരുടെ പുറകെ പോവാണ്. അങ്ങനെ സാം നേരെ പോകുന്നത് ആ സൈഡ് വൈൻഡറിന്റെ അടുത്തേക്കാണ്. എന്നാൽ ഈ സമയത്താണ് സൈഡ് വൈൻഡർ മറ്റൊരുത്തൻ അങ്ങോട്ട് വിളിക്കുന്നത്. അവൻ കുറച്ചുകൂടെ പവർഫുൾ ആണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സാമും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലാണ് ടോറസ് ആ ഡിവൈസുമായിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. സാമിന്റെ പഴയ സൂട്ടാണ് അവനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ സാമും അയാളും തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോൾ ടോറസ് ആണെങ്കിൽ പുറത്തു നിന്ന് അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവന്മാരെ ഇടിച്ചിട്ടതിന് ശേഷം അവൻ ആ കാനിസ്റ്റർ സെക്യൂർ ചെയ്യാണ്. ഈ സമയമാകുമ്പോഴേക്കും സാമും മറ്റവന്റെ പണി തീർത്തിട്ടുണ്ട്. എന്നാൽ അവർക്കിപ്പോൾ ആ സൈഡ് വൈൻഡറിന് കിട്ടിയിട്ടില്ല. അയാൾ രക്ഷപ്പെട്ടു. ഇതേ സമയം തന്നെ തേഡിയസ് റോസ് ഇപ്പോ അയാളുടെ വൈഫിന്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അയാളുടെ ഒരു അസിസ്റ്റന്റ് അയാളുടെ കൂടെ തന്നെയുണ്ട്. ഇവളുടെ പേര് ടൈലർ എന്നാണ്. ഇവള് നമ്മുടെ ക്യാപ്റ്റന്റെ ഒരു ഇൻഫോർമറും കൂടെയാണ്. ഈ സമയം അവള് ചോദിക്കുന്നത്, അല്ല നിങ്ങളുടെ മകള് ബെറ്റിയുടെ കാര്യം എന്തായി? അവൾ ഇപ്പോഴും നിങ്ങളോട് മിണ്ടാറില്ല എന്നാണ്. അതേക്കുമ്പോ ഇല്ല, അവൾ ഇപ്പോഴും മിണ്ടാറില്ല. അവളുടെ വിചാരം ഞാൻ ഇപ്പോഴും ആ പഴയ മനുഷ്യൻ തന്നെയാണെന്നാണ്. എത്രയൊക്കെ ഞാൻ മാറിയെന്ന് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല എന്നൊക്കെയാണ് റോസ് വളരെ വിഷമത്തോടെ പറയുന്നത്. ഇതേ സമയം തന്നെ സാമും ആ മിലിറ്ററിയുടെ ക്യാപ്റ്റനും ആ ബിൽഡിങ്ങിന്റെ അകത്ത് തന്നെ നിൽക്കുകയാണ്. സാമിന് എന്തൊക്കെയോ സംശയമുണ്ട്. അവൻ ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല നിങ്ങൾക്കല്ലേ ഈ ലൊക്കേഷൻ കിട്ടിയത്? ഈ സ്ഥലം ഇത്രയും ഓപ്പൺ അല്ലേ? ഇവിടെ വെച്ചിട്ട് തന്നെയാണോ സൈഡ് വൈൻഡർ ആ സാധനം സെയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തത്? എന്നിട്ട് ആ ബയ്യറെ കാണുന്നില്ലല്ലോ, അയാൾ എവിടെ പോയി? ഇനി ഇതിപ്പോ നമുക്ക് പണി തരാൻ വേണ്ടിയിട്ട് ആ സൈഡ് വൈൻഡർ വല്ല പ്ലെയിൻ ചെയ്തതാണോ? ഇത് അനോണിമസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരുന്നു. അതായത് ജപ്പാനിലേക്ക് കൊണ്ടുപോകുന്ന വഴി ആ കാനിസ്റ്റർ മോഷ്ടിക്കണം, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ബയ്യറുമായിട്ട് മീറ്റ് ചെയ്യണം. അതായിരുന്നു അവരുടെ കോൺട്രാക്ട് എന്നാണ് ആ പട്ടാളക്കാരൻ പറയുന്നത്. പക്ഷെ എന്നിട്ടും സാമിന്റെ ആ സംശയം അങ്ങോട്ട് വിട്ടു മാറുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ആ സൈഡ് വൈൻഡറെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക് എന്നാണ് സാം പറയുന്നത്. അങ്ങനെ ആ പട്ടാളക്കാരൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ടോറസ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ ഇന്നത്തെ നിന്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു, പക്ഷെ നീ ഇനിയും ഇംപ്രൂവ് ആവാനുണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്നാണ് സാം പറയുന്നത്. അങ്ങനെ സാം പിറ്റേ ദിവസം അവനെയും കൊണ്ട് പോകുന്നത് സാമിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. ഇയാളുടെ പേര് ഇസയ്യ ബ്രാഡ്ലി എന്നാണ്. ഇയാൾ പണ്ടത്തെ ഒരു സൂപ്പർ സോൾജർ ആണ്. ഇയാളാണ് ഇനി പുതിയ ഫാൽക്കനെ ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സാമിന് ഒരു കോള് വരുന്നത്. പ്രസിഡന്റ് ആണ് വിളിക്കുന്നത്. അയാൾ അവനൊരു മീറ്റിംഗിന് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ആ സംസാരം ബ്രാഡ്ലിയും കേൾക്കുന്നുണ്ട്. പ്രസിഡന്റ് ആണ് അവനെ വിളിച്ചത് എന്ന കാര്യം ബ്രാഡ്ലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോവാണ്. അത് കാണുമ്പോൾ ബ്രാഡ്ലിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി സാമു അയാളുടെ അടുത്തേക്ക് പോവാണ്. നീ ക്യാപ്റ്റൻ അമേരിക്കയല്ലേ, പ്രസിഡന്റുമായിട്ട് നിനക്കെന്താണ് ഇടപാട്? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? പ്രസിഡന്റ് ആണോ നിന്റെ ജീവിതം ഇല്ലാതാക്കിയത്?
എന്റെ ജീവിതം ഇല്ലാതാക്കുക മാത്രമല്ല അയാൾ ചെയ്തത്, ഒരുപാട് വർഷം അയാൾ എന്നെ നരകിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ ബ്രാഡ്ലി, അയാളുടെ പഴയ കാലത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് ഓർമ്മയില്ലേ റോസ് എന്നെ ആ റാഫ്റ്റിന്റെ അകത്തേക്ക് ഇട്ടത്? അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എന്തിനാണ് നീ അയാളുടെ കൂടെ കൂടുന്നത്? നീ കാണുന്നില്ലേ ബ്രാഡ്ലി, ഇവിടെ നടക്കുന്നതൊക്കെ? നമ്മുടെ രാജ്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പ്രസിഡന്റിന്റെ കൂടെ നിന്നേ പറ്റൂ. അത് റോസ് ആണെന്നൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവരുടെയൊക്കെ കൂടെ നിന്നാലേ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും. പിന്നെ വൈറ്റ് ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് അവിടെ ഒരാളുമുണ്ട്. റോസ് എനിക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവള് വഴി എനിക്ക് അറിയാൻ സാധിക്കും. പിന്നെ നിന്നെ മറന്നിട്ടല്ല ഇതൊന്നും ഞാൻ ചെയ്യുന്നത്. നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ എന്റെ 2 കണ്ണും തുറന്നു വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. എനിക്കറിയാം ആ റോസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. പക്ഷെ അയാളാണ് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ്. ഓക്കെ മതി പുരാണം. എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത്? ഒന്നുമില്ല, സിമ്പിൾ. പ്രസിഡന്റ് ഇപ്പം എന്നെയും ടോറസിനെയും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതിലൊരു ഡിമാൻഡ് വെച്ചു, നിന്നെയും കൂടെ ഇൻവൈറ്റ് ചെയ്താലേ ഞങ്ങൾ അങ്ങോട്ട് വരുമെന്ന്. അയാളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ 3 പേരും കൂടെ വൈറ്റ് ഹൗസിലേക്ക് പോവാണ് എന്നാണ് സാം പറയുന്നത്. ആദ്യമൊന്നും സമ്മതിക്കത്തില്ലെങ്കിലും സാം നിർബന്ധിക്കുമ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ വൈറ്റ് ഹൗസിലെത്തി. അവരവിടെ എത്തിക്കഴിയുമ്പോൾ പ്രസിഡന്റ് സാമിനെ മാത്രം അയാളുടെ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. നീ ആ കാനിസ്റ്റർ വീണ്ടെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാം. ഞാനിപ്പോൾ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. എനിക്ക് അവഞ്ചേഴ്സിനെ റീബിൽഡ് ചെയ്യണം. അതിനുവേണ്ടി ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് നീ എന്റെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അവഞ്ചേഴ്സോ? പക്ഷെ നിങ്ങൾക്ക് ആ കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നല്ലോ. ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് ഞാൻ പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ അമേരിക്കക്കാരെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളാണ്. നിനക്കറിയാമല്ലോ, നമ്മളുടെ കൂട്ടത്തിലെ പകുതി ആളുകൾ ഇപ്പോഴും ജീവനോടെ ഉള്ളത് അവഞ്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അവഞ്ചേഴ്സ് ആവശ്യമാണ്. പക്ഷെ നീ പെട്ടെന്നൊരു തീരുമാനം പറയുന്നു വേണ്ട. നീ ശരിക്കൊന്ന് ആലോചിക്ക്, എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതി എന്നൊക്കെയാണ് പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവിടുത്തെ ആ മീറ്റിംഗ് ആരംഭിച്ചു. പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ് എവരിവൺ. ഈ ഒരു ഹിസ്റ്റോറിക് ഈവനിങ്ങിൽ നിങ്ങൾ എല്ലാവരെയും ഹോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സെലസ്റ്റിയൽ മാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്നതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്തത്? സാധാരണ ചെയ്യുന്ന പോലെ എല്ലാ രാജ്യങ്ങളും അതിനുവേണ്ടി കലയിച്ചു. അതിനകത്തുള്ള റിസോഴ്സസ് കണ്ടെത്താൻ വേണ്ടി പല ഫെസിലിറ്റികളും സെറ്റ് ചെയ്തു. അതിൽ നമ്മൾ കണ്ടെത്തിയത് 1000 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മളെ കണ്ടെത്തിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. വൈബ്രേനിയത്തെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റൽ, അഡമാൻഡിയം എന്നാണ് അതിന്റെ പേര്. അത് ഇഷ്ടം പോലെ ആ മാസിനകത്തുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അതിൽ നിന്നും ആദ്യമായിട്ട് റിഫൈൻ ചെയ്ത മെറ്റലിന്റെ ചെറിയൊരു ഭാഗം ജപ്പാനിൽ നിന്ന് മോഷണം പോയത്. എന്നാൽ വളരെ സന്തോഷത്തോടെ പറയട്ടെ, അത് നമ്മൾ വീണ്ടെടുത്തു. അതിന് സഹായിച്ചത് ക്യാപ്റ്റൻ അമേരിക്കയാണ്. ഈ ഒരു അവസരത്തിൽ അതിനുള്ള നന്ദി ഞാൻ അവനോട് പറയുന്നു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, രാജ്യക്കാരെല്ലാവരും കൂടി ചേർന്ന് നമുക്ക് ആവശ്യമുള്ള അഡമാൻഡിയം മൊത്തം മൈൻ ചെയ്തെടുക്കും. എന്നിട്ട് ഈ ലോകം മൊത്തത്തിൽ ഈക്വലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ ടെക്നോളജി, മെഡിസിൻ, ഡിഫൻസ് എന്നിങ്ങനെയുള്ള എല്ലാ സെക്ഷനിലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നമ്മൾ ആ അഡമാൻഡിയം വെച്ച് സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത്. ഒരു രാജ്യത്തിന് പോലും അത് കിട്ടാതെ വരത്തില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രസിഡന്റ് പറയുന്നത്. അയാൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബ്രാഡ്ലി ചാടി എഴുന്നേൽക്കുന്നത്. അതിനുശേഷം അവിടെയുള്ള ആൾക്കാരൊക്കെ ഇടിച്ചിടാൻ തുടങ്ങി. പ്രസിഡന്റിന് നേരെ അയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റ് നിൽക്കുന്നത് ആ സ്ക്രീനിന്റെ മുന്നിലാണ്. ആ സ്ക്രീനാണ് ഈ തകർന്നു വീഴുകയും ചെയ്യുന്നത്. ഈ സമയത്താണ് സാം ബ്രാഡ്ലിയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. എന്നാൽ സാമിനെ കൊണ്ടൊന്നും അയാളെ തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല. അയാൾ അവനെ തൂക്കിയെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. ഈ സമയം തന്നെ അവിടെ നിൽക്കുന്ന വേറെയും ചില സെക്യൂരിറ്റീസ് ഒക്കെ പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ആ ടൈലർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ പ്രസിഡന്റിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഫൈറ്റൊക്കെ നടക്കുന്നതിനിടയിൽ ബ്രാഡ്ലി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് കാണുമ്പോൾ സാമും അവന്റെ പുറകെ പോകുന്നു. അങ്ങനെ ബ്രാഡ്ലി നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ അവന്റെ ചുറ്റും കൂടി. അവനിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അതിനിടയിൽ സാമും അവന്റെ മുന്നിലേക്ക് എത്തി. അതിൽ ഈ ഒരു അവസരത്തിൽ അവൻ ചോദിക്കുന്നത് എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചതെന്നാണ്. അത് കാണുമ്പോൾ സാമിന് സംശയമായി. കാരണം നേരത്തെ ബ്രാഡ്ലി ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു. എന്നാൽ ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് അയാൾക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന കാര്യം സാമിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ പോലീസുകാരൊക്കെ വന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ സമയം സാം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ പ്രസിഡന്റിനെ കാണാനാണ് പോകുന്നത്. അവൻ അങ്ങോട്ട് വരുമ്പോൾ പ്രസിഡന്റ് അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഇറക്കി വിടാണ്. ഇപ്പൊ ഒരാൾ മാത്രമേ അയാളുടെ റൂമിലുള്ളൂ. അത് അയാളുടെ പേഴ്സണൽ സെക്യൂരിറ്റിയാണ്. ഇവളുടെ പേര് റൂത്ത് എന്നാണ്. സാം ഇപ്പൊ പറയുന്ന ബ്രാഡ്ലിയുടെ കാര്യമാണ്. അവൻ ഒരിക്കലും ഇത് മനഃപൂർവ്വം ചെയ്തതല്ല. അവൻ ആരോ കൺട്രോൾ ചെയ്തതാണ്. അതുകൊണ്ട് അവനാണ് കുറ്റവാളി എന്ന് നിങ്ങൾ അങ്ങോട്ട് ഓർപ്പിക്കല്ലേ. നിങ്ങൾ എന്നെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സമ്മതിക്കേ എന്നാണ് സാം പറയുന്നത്. എന്നാൽ റൂത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസിഡന്റിനുമായിട്ട് അവൻ ഓൾറെഡി ശത്രുതയുള്ളതാണ്. 30 വർഷമാണ് അവന്റെ ശരീരത്തിൽ പരീക്ഷണം നടത്തിയത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവൻ പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ചു തന്നെയാണ്. മാത്രമല്ല അവന്റെ കൂടെ വേറെയും 4 പേരുണ്ടായിരുന്നു. ഇവരെല്ലാം ടെററിസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് റൂത്ത് പറയുന്നത്. സാം ആണെങ്കിൽ വീണ്ടും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രസിഡന്റ് അതിനൊന്നും വഴങ്ങുന്നില്ല. നോക്ക് സാം, ഒരിക്കലും നീ ഇതുപോലൊരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കരുത്. നീ ഇപ്പൊ പറയുന്നത് നിന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിച്ച ഒരാളെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണ്. അതെന്തായാലും അനുവദിച്ചു തരാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ നിനക്കൊരു ഓഫർ തന്നതാണ് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാന്ന്. എന്നാൽ ആ ഓഫർ ഞാൻ ഇവിടെ കട്ട് ചെയ്യാണ്. അതിന് കാരണം നിന്റെ ഫ്രണ്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും സംസാരില്ല, ഈ കാര്യം ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ സാമിനെ അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. അങ്ങനെ സാം അടുത്തതായിട്ട് പോകുന്നത് ആ ബ്രാഡ്ലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. നീയാണോ യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് എന്നാണ് സാം ചോദിക്കുന്നത്.
ഞാനല്ല അത് ചെയ്തത്. അവസാനം ഹാളിൽ ഇരുന്നത് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. അതിനുശേഷം എനിക്ക് ഓർമ്മ വരുമ്പോൾ പോലീസുകാരൊക്കെ എന്റെ ചുറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നടന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരിക്കലും പ്രസിഡന്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ അയാൾ ഇങ്ങനെ തർപ്പിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവൻ നേരെ വിളിക്കുന്നത് ടോറസിനെയാണ്. വൈറ്റ് ഹൗസിൽ നടന്ന പ്രശ്നത്തിന്റെ CCTV ഫൂട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യാനാണ് സാം ഇപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടോറസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ബ്രാഡ്ലി അവന്റെ ഫോൺ എടുത്ത സമയത്ത് ഒരു വല്ലാത്ത ലൈറ്റ് അവന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അവന്റെ മാത്രമല്ല, ആ അറ്റാക്ക് നടത്തിയ മറ്റൊരുത്തന്റെ ഫോണിൽ നിന്നും ആ ലൈറ്റ് അവന്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് അവർ അറ്റാക്കൊക്കെ നടത്തിയിരിക്കുന്നത്. ഇതേ സമയം തന്നെ റൂത്തും ആ CCTV ഫുട്ടേജ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അവളും ആ ഫോണിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് കാണുന്നുണ്ട്. ഈ സമയം പ്രസിഡന്റ് ആണെങ്കിൽ അയാളുടെ ഓഫീസിലിരിക്കുകയാണ്. അയാൾ ഫോൺ എടുത്തിട്ട് ഒരു വാർഡനെയാണ് വിളിക്കുന്നത്. നമ്മുടെ പ്രിസണർ ഇപ്പോഴും സെക്യൂർ അല്ലേ എന്നാണ് പ്രസിഡന്റ് ചോദിക്കുന്നത്. അതെ സാർ, അയാളുടെ സെല്ലിൽ തന്നെയുണ്ട്. ഞാൻ ഇപ്പൊ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ എന്നാണ് ആ വാർഡൻ പറയുന്നത്. അയാൾ അത് പറയുമ്പോഴാണ് പ്രസിഡന്റിന് സമാധാനമാകുന്നത്. ഈ സമയവും സാം അവന്റെ കാറിലിരുന്നിട്ട് ടോറസിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ടോറസ്, ഞാൻ എൻ്റെ ഒരു സംശയം പറയട്ടെ. ആ ബയ്യർ സൈഡ് വൈൻഡറിന്റെ അടുത്ത് സാധനം വാങ്ങാൻ വരാത്തോണ്ടാണ് നമ്മൾ ഇന്ന് വൈറ്റ് ഹൗസിലേക്ക് പോയത്. അയാൾക്ക് ആ സാധനം വാങ്ങാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് അത് സൈഡ് വൈൻഡറിന്റെ അടുത്ത് അടിച്ചു മാറ്റാൻ പറഞ്ഞത് എന്നാണ് സാം ചോദിക്കുന്നത്. ഒരുപക്ഷെ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിനാണ് ബയ്യർക്ക് ക്യാപ്റ്റൻ അമേരിക്ക അങ്ങോട്ട് വരേണ്ടത്? ഒരുപക്ഷെ ക്യാപ്റ്റൻ അമേരിക്ക വൈറ്റ് ഹൗസിലേക്ക് പോകണമെന്നാണെങ്കിൽ അയാൾ ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ വൈറ്റ് ഹൗസിലേക്ക് പോകും എന്ന കാര്യം അയാൾ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തു? എനിക്ക് തോന്നുന്നത് അയാൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, പ്രസിഡന്റിന്റെ സെക്യൂരിറ്റി ആയ റൂത്തിനെ കുറിച്ചും കൂടെ ഒന്ന് അന്വേഷിച്ചു വെക്കേ. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം എന്നാണ് സാം പറയുന്നത്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ സൈഡ് വൈൻഡർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അയാൾ സാമിനെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് നടക്കുന്നത് കിടിലനൊരു ഫൈറ്റ് ആണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സാം അയാൾ ഇടിച്ചു വീഴ്ത്താണ്. ഈ സമയത്താണ് അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നത്. സാം അത് എടുത്തു നോക്കുമ്പോൾ അത് ആ ബയ്യറാണ്. അയാളിപ്പോ സാമിന്റെ അടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. വെൽ ഡൺ ക്യാപ്റ്റൻ, പക്ഷെ നിനക്കെതിരെ അടുത്തതായിട്ട് വരുന്നത് ഒരിക്കലും നിനക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം തന്നെ പ്രസിഡന്റും ടീമും മറ്റ് പ്രസിഡന്റുമാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടന്ന അറ്റാക്ക് കാരണം അവരെല്ലാവരും ശരിക്കും ദേഷ്യത്തിലാണ്. അവരെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനാണ് പ്രസിഡന്റ് ഇപ്പോൾ അവരെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ജപ്പാന്റെ പ്രസിഡന്റ് ഇപ്പൊ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നില്ല. അയാൾ ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ്. റോസ് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ മറ്റു രണ്ടുപേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം, പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്. ജപ്പാൻ ഇപ്പൊ നമ്മളുടെ കൂടെയില്ല. നിങ്ങൾ ജപ്പാൻ പ്രസിഡന്റിനെ ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് തിരിച്ചു വിളിച്ചോണ്ട് പോവാ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം എന്നാണ് അവരുടെ അഭിപ്രായം. റോസ് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാം ഇപ്പോൾ ടോറസിന്റെ അടുത്തെത്തി. അവൻ പറഞ്ഞ പോലെ തന്നെ ടോറസ് ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ സാം ആ സൈഡ് വൈൻഡറിന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതിൽ അവസാനം വിളിച്ച കോള് ട്രാക്ക് ചെയ്യാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അത് മേടിച്ചു വെച്ചതിന് ശേഷം ടോറസ് ആദ്യം പറയുന്നത് ആ റൂത്തിനെ കുറിച്ചിട്ടാണ്. അവളൊരു പഴയ ബ്ലാക്ക് വിഡോ ആണ്. അവനത് പറയുമ്പോൾ സാം ചെക്ക് ചെയ്യുന്നത് ആ CCTV ഫുട്ടേജ് ആണ്. അതിൽ ബ്രാഡ്ലി ഷൂട്ട് ചെയ്യുന്ന വിഷ്വലാണ് അവൻ കാണുന്നത്. സാം ചോദിക്കുന്നത് പ്രസിഡന്റിന് ഇത്ര അടുത്ത് കിട്ടിയിട്ടും അവൻ എന്തുകൊണ്ടാണ് കൊല്ലാതിരുന്നതെന്നാണ്. അവൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ടോറസ് ആ കോളിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത്. അതൊരു ഫോറസ്റ്റിന്റെ അകത്തു നിന്നാണ്. അവിടെ ഒരു ഫെസിലിറ്റി ഉണ്ട്, ക്യാമ്പ് എക്കോ 1 എന്നാണ് അതിന്റെ പേര്. ടോറസ് അത് പറയുമ്പോൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് സാമിനും അറിയാം. ഓ, അവിടെ നിന്നാണല്ലോ ആ കോള് വന്നത്. നിനക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് വല്ലതും അറിയോ? അവിടേക്ക് ഒരാൾ അയക്കുകയാണെങ്കിൽ ഒരിക്കലും അയാൾ പുറം ലോകം കാണാൻ പോകുന്നില്ല. നമുക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പുറപ്പെടണം എന്ന് പറഞ്ഞിട്ട് സാം വേഗം തന്നെ അവന്റെ സ്യൂട്ട് ചെന്നെടുക്കുകയാണ്. ഇതേ സമയം റൂത്ത് നേരെ പോയിരിക്കുന്നത് ആ ബ്രാഡ്ലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു പട്ടാളക്കാരൻ ഒരു സെല്ല് തുറന്നിട്ട് ബാക്കി 4 ഷൂട്ടേഴ്സിന് വെടിവെച്ച് കൊല്ലാണ്. ആ പട്ടാളക്കാരൻ ഇപ്പൊ മറ്റാരുടെ കൺട്രോളിലാണ്. അവരെ കൊന്നതിന് ശേഷം അയാൾ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് റൂത്ത് ആണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ സമയം അവൾ നോക്കുമ്പോൾ ആ പട്ടാളക്കാരന്റെ വയർലെസ്സിൽ നിന്നും ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ അയാളുടെ ഫ്ലൈറ്റിലാണ്. ആ ടൈലർ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉടനെ തന്നെ എല്ലാ കാര്യവും സെറ്റാക്കണം. എനിക്കിങ്ങനെ ടെൻഷൻ എടുക്കാൻ വയ്യ. നമുക്ക് വേഗം തന്നെ ഒരു ടീമിനെ സെറ്റ് ചെയ്യാം. അതിലുള്ള പണിയൊക്കെ നീ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. സാമും ടോറസും ആ ക്യാമ്പ് എക്കോ 1 എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ടോറസിന് ഒരു മെസ്സേജ് വരുന്നത്. അത് ആ ബ്രാഡ്ലിയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേര് കൊല്ലപ്പെട്ട വാർത്തയാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് തിരിച്ചു പോയാലോ എന്നാണ് ടോറസ് ചോദിക്കുന്നത്. ഇല്ല ടോറസ്, നമ്മൾ തിരിച്ചു പോകുന്നില്ല. ആ ബയ്യർ വളരെ സ്മാർട്ടാണ്. ഈ ഒരു കാര്യവും നമ്മളെ കൊടുക്കാൻ വേണ്ടി അയാൾ ചെയ്തതാണ്. ഇത്തവണ നമ്മൾ ഇതിൽ വീഴുന്നില്ല. നമുക്ക് ബ്രാഡ്ലിയെ രക്ഷിക്കണമെങ്കിൽ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ഇതിന്റെയൊക്കെ പുറകിൽ ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് സാം പറയുന്നത്. ഇതേ സമയം തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ അയാളുടെ റൂമിലാണ്. അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. പ്രസിഡന്റ് നോക്കുമ്പോൾ അത് ആ വാർഡനാണ്. എന്നാൽ പ്രസിഡന്റ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അയാൾ കേൾക്കുന്നത് ഒരു വെടിശബ്ദമാണ്. അവിടെ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആ പ്രിസണർ ഇപ്പോൾ വാർഡനെ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനാണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. പിന്നീട് സംസാരിക്കുന്നത് ആ പ്രിസണറാണ്. ഇയാൾ തന്നെയാണ് സാം അന്വേഷിക്കുന്ന ആ ബയ്യർ. അപ്പൊ അയാളുടെ സംസാരത്തിൽ എല്ലാ പ്രശ്നത്തിനും കാരണം അയാളാണ് എന്ന കാര്യം റോസിന് മനസ്സിലായി. അപ്പൊ നീയാണല്ലോ എല്ലാത്തിനും പുറകിൽ. ഞാൻ നിന്നെ എത്രമാത്രം സഹായിച്ചിട്ടുള്ളതാണ്, എന്നിട്ട് നീ എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് പ്രസിഡന്റ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, ശരിയാണ്, നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിനക്ക് കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിപ്പോ നിനക്ക് കിട്ടിയല്ലോ, നീ പ്രസിഡന്റായി.
പക്ഷെ എനിക്ക് വേണ്ടത് നീ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. എനിക്ക് വേണ്ടത് എന്റെ ജീവിതമാണ്. പക്ഷെ ഇനി അത് നീ എനിക്ക് തന്നിട്ടും കാര്യമില്ല, കാരണം ഒരുപാട് വൈകി. ഇനി ഞാൻ കളി തുടങ്ങാൻ പോവാണ്. ഈ കളിയിൽ ഒരുപാട് സർപ്രൈസുകൾ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കളി അവസാനിച്ചു കഴിയുമ്പോൾ നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന കാര്യം എല്ലാവരും അറിയാൻ പോവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിന്റെ മകളായ ബെറ്റി പോലും നിന്റെ കൂടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യാണ്. അയാൾ ആ പറയുന്നൊക്കെ കേട്ട് റോസ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ പ്രസിഡന്റ് പറഞ്ഞനുസരിച്ചിട്ട് റൂത്ത് ബ്രാഡ്ലിയെ ജയിലിൽ നിന്ന് മാറ്റാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനിടയിലാണ് പ്രസിഡന്റ് അവിടെ വിളിക്കുന്നത്. നമ്മുടെ പ്ലാനിൽ ഒരു മാറ്റമുണ്ട്, അവൻ ആ ജയിലിൽ തന്നെ കടന്നോട്ടെ, ക്യാമ്പ് എക്കോയിലേക്ക് ഇപ്പൊ മാറ്റണ്ട എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അയാളത് പറയാൻ കാരണം ഇപ്പൊ വിളിച്ച ആ ബയ്യർ ഉള്ളത് ആ ക്യാമ്പ് എക്കോയിലാണ്. അങ്ങനെ സമയം രാത്രിയായി. സാമും ടോറസും ആ ക്യാമ്പ് എക്കോ 1ന്റെ അടുത്തെത്തി. സാം ഉടനെ അവന്റെ ആ റെഡ് വിങ് എന്ന ഡ്രോണിനെ വെച്ച് അവിടുത്തെ വേലി മൊത്തം കട്ട് ചെയ്യാണ്. മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറ ഡിസേബിൾ ചെയ്യിക്കുന്നു. അതിനുശേഷം അവർ ആ ഫെസിലിറ്റിക്ക് ഉള്ളിലേക്ക് അടക്കാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവർ അതിനകത്തേക്ക് കയറി. പക്ഷെ അവിടേക്ക് സെർച്ച് ചെയ്യുമ്പോൾ ആ ഏരിയയിലൊന്നും ആരുമില്ല. അങ്ങനെ നടന്ന് അവർ എത്തിച്ചേരുന്നത് ഒരു ലാബിന്റെ അകത്താണ്. ഒരുപാട് ആളുകളുടെ ഫോട്ടോ ഒക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സാം ഉടനെ തന്നെ അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നും തേഡിയസ് റോസിന്റെ ഒരു ഫയൽ അവന് കിട്ടുന്നുണ്ട്. അവനത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു പ്രിസ്ക്രിപ്ഷൻ ആണ് കാണുന്നത്. അതിലൊരു ഗുളികയുടെ കാര്യമാണ് കുറിച്ചിരിക്കുന്നത്. ഒരു ദിവസം 3 സമയം ഗുളിക കഴിക്കണം എന്നതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അവൻ ആ ഗുളികയെ അവിടെ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ ജപ്പാൻ പ്രസിഡന്റ് അടുത്താണ് നിൽക്കുന്നത്. അയാളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനാണ് പ്രസിഡന്റ് ചെന്നിരിക്കുന്നത്. എന്നാൽ ജപ്പാൻ പ്രസിഡന്റ് ആണെങ്കിൽ അയാൾ പറഞ്ഞു ഒന്നും വിശ്വസിക്കുന്നില്ല. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണം നിങ്ങളാണ്. നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്താണ് നിങ്ങൾ അതൊക്കെ. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് ജപ്പാൻ പ്രസിഡന്റ് പറയുന്നത്. അത് കേൾക്കുന്ന റോസിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ എന്തിനാണ് ഞാൻ ക്യാപ്റ്റൻ അമേരിക്കയെ വിട്ട ആ സാധനം തിരിച്ചെടുപ്പിച്ചത്? എനിക്കെന്താ വട്ടായിരുന്നോ എന്നാണ് പ്രസിഡന്റ് ചോദിക്കുന്നത്. അതെന്തിനാണ് നിങ്ങൾ ചെയ്തതെന്ന് എനിക്ക് എങ്ങനെ അറിയാനാണ്? അത് നിങ്ങൾക്ക് മാത്രമല്ല അറിയൂ. ആ സത്യം ഒരിക്കലും വെളിയിലും വരത്തില്ലല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് ഗെയിം തന്നെ കളിച്ചാലും അത് ഒറ്റയ്ക്ക് കളിച്ചോ, വെറുതെ ഞങ്ങളെ ഇതിൽ ഇടപെടുത്താൻ നിൽക്കരുത്. മാത്രമല്ല ഞങ്ങളെ ടെസ്റ്റ് ചെയ്യാനും വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ജപ്പാൻ പ്രസിഡന്റ് അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ ടോറസ് ആണെങ്കിൽ ആ ലാബിലുള്ള കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം പരിശോധിച്ച് കഴിയുമ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. അവിടെയുള്ള ഒരാൾക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ട്. മിസ്റ്റർ ബ്ലൂ എന്ന് പേരിലുള്ള ഒരു പാട്ട് വെച്ചിട്ടാണ് അയാൾ മൈൻഡ് കൺട്രോളിംഗ് ഒക്കെ നടത്തുന്നത്. ഈ സമയം സാം നോക്കുമ്പോൾ ഒരാൾ ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ഫുട്ടേജ് കിട്ടുന്നുണ്ട്. ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സാമുവൽ സ്റ്റേൺസ് ആണ്. ഇൻക്രെഡിബിൾ ഹൾക്ക് കണ്ടവർക്ക് അറിയാം, അതിൽ ഹൾക്കിനെ സഹായിച്ചിരുന്ന മിസ്റ്റർ ബ്ലൂ എന്ന് പേരിലുള്ള ഒരാളുണ്ടല്ലോ, അയാളാണിത്. അങ്ങനെ അവരതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ സ്റ്റേൺസ് അങ്ങോട്ട് വരുന്നത്. ഇയാൾ തന്നെയാണ് നേരത്തെ പ്രസിഡന്റിനെ വിളിച്ചതും സാം അന്വേഷിക്കുന്ന ആ ബയ്യറും. അയാളെ കാണുമ്പോൾ ഓ, അപ്പൊ സാമുവൽ സ്റ്റേൺസ് എന്ന നീയാണല്ലോ ഇതിന്റെയൊക്കെ പുറകില്. നീ എന്തിനാണ് പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നാണ് സാം ചോദിക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്, ഞാൻ എന്തിനാണ് പ്രസിഡന്റിനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന്. നിനക്കറിയോ അയാൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന്? എത്ര വർഷം അയാൾ ഇതിനകത്ത് തന്നെ പൂട്ടിട്ടെന്ന് അറിയോ? ഇപ്പൊ തന്റെ കോലം നോക്ക്. എന്റെ ബ്രെയിനിൽ അയാൾ നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമാണിത്. എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നൊക്കെ മനസ്സിലായ അന്ന് അയാൾ എന്നെ അവിടെ പൂട്ടിയിട്ടതാണ്. 16 വർഷം ഞാൻ ഇതിനകത്തായിരുന്നു. പിന്നീട് ഞാൻ പ്രവർത്തിച്ചിരുന്നത് അയാളുടെ ഒരു തിങ്കിങ് മെഷീൻ ആയിട്ടാണ്. എന്റെ തിങ്കിങ് കപ്പാസിറ്റി വെച്ചിട്ട് തന്നെ അയാൾ പ്രസിഡന്റ് ആവുകയും ചെയ്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ അയാളെ കൊല്ലാനല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് അയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് എന്നേ ആവായിരുന്നു. പക്ഷെ എന്റെ പ്ലാൻ മറ്റൊന്നാണ് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നിന്റെ ഈ പ്ലാനിനകത്ത് എന്റെ ഫ്രണ്ടും കൂടെ പെട്ടിട്ടുണ്ടല്ലോ, അവനെ നീ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് സാം വീണ്ടും ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാണ് അവനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്? തേഡിയസിന് അറിയാം ഞാനാണ് ഇതിന്റെ ഒക്കെ പുറകിലെന്ന്. എന്നിട്ടും അയാൾ ആ ഹെൻറി ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ വഴിക്ക് വിട്ടേക്ക് എന്നാണ് സ്റ്റേൺസ് പറയുന്നത്. അതേക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കത്തില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് സാം അയാൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് അയാൾ ഒരു ബട്ടണിൽ ഞെക്കുന്നത്. അതോടൊപ്പം മുകളിൽ നിന്നും ശക്തമായിട്ടുള്ളൊരു വേവ്സ് ആണ് താഴേക്ക് വരുന്നത്. അതിൽ നിന്നും സാമിന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം കുറച്ച് മിലിറ്ററിക്കാരൊക്കെ അങ്ങോട്ട് എത്തി. അതിനുശേഷം സാമിനെയും ടോറസിനെയും അവരെ ഏൽപ്പിച്ചിട്ട് സ്റ്റേൺസ് വേഗം തന്നെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ സാമും ടോറസും ആ മിലിറ്ററിക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാം ഇടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വേറെ കുറച്ച് മിലിറ്ററിക്കാർ അങ്ങോട്ട് വരുന്നത്. അത് ആ റൂത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ ഈ സമയം ഈ പട്ടാളക്കാരും ആ സ്റ്റേൺസിന്റെ കൺട്രോളിലാണ്. അത് മനസ്സിലാവുന്ന റൂത്ത് ആണെങ്കിൽ വേഗം ചെന്നിട്ട് അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ അവരെ ഇടിച്ചിടുകയാണ്. അതിനുശേഷം അവൾ നേരെ സാമിന്റെ അടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? സാം തിരിച്ചു ചോദിക്കുന്നു. ഞാൻ വന്നത് ആ സ്റ്റേണിനെ അന്വേഷിച്ചിട്ടാണ്. പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ സ്റ്റേൺ അപ്പോഴേക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അതുകൊണ്ട് അവർ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് FBI കാരൊക്കെ അങ്ങോട്ട് വരുന്നത്. പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ക്യാപ്റ്റൻ അമേരിക്ക അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അവർ സാമിനെയും ടോറസിനെയും വിലങ്ങ് വെക്കുകയാണ്. എന്നിട്ട് അവരവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ പോലീസുകാരുടെ വയർലെസ്സിലെ പാട്ട് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെല്ലാവരും ആ സ്റ്റേൺസിന്റെ കൺട്രോളിലേക്ക് മാറുകയാണ്. അത് മനസ്സിലായ ഉടനെ സാമും ബാക്കിയുള്ളവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് ആ പോലീസുകാരൊക്കെ അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ സാം അവന്റെ ഷീൽഡ് എടുത്ത് ഒരൊറ്റ എറിവ് കൊടുക്കുകയാണ്. അതിൽപ്പെട്ട് അവന്മാരെല്ലാം തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സാമും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്.
ഇതേ സമയം തന്നെ പ്രസിഡന്റിന് 2 ഓഫീസേഴ്സ് ഇപ്പോൾ അയാളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി പ്രസിഡന്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാൻ പ്രസിഡന്റ് ആ അഡമാൻഡി അവരുടെ കൺട്രോളിൽ വരുത്താൻ പോവാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്നേക്കുമായിട്ട് അവരുടെ കയ്യിലാവും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കൂടെ കേൾക്കുമ്പോൾ പ്രസിഡന്റിന് ശരിക്കും ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അയാൾ അവിടെ വെച്ചിരിക്കുന്ന ടേബിളിൽ ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ആ അടിയിൽ അതിൽ ക്രാക്സ് വീഴുന്നുണ്ട്. ഈ സമയം പ്രസിഡന്റ് ആ ഓഫീസേഴ്സിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ജപ്പാന് മാത്രം അഡമാൻഡിയം കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ ഉടനെ തന്നെ ഒരു ഗ്രൂപ്പിനെ റെഡിയാക്കുക. ഒരു യുദ്ധം നടന്നാലും വേണ്ടിയില്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിനാണ് ആ അഡമാൻഡിയം പോകുന്നതെങ്കിൽ അത് നമുക്കായിരിക്കും. എത്രയും പെട്ടെന്ന് ടീമിനെ റെഡിയാക്കുക എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. ഇതേ സമയം സാമും കൂട്ടരും പോയിരിക്കുന്നത് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച പട്ടാളക്കാരുടെ അടുത്തേക്കാണ്. സാം ആണല്ലോ ആ സൈഡ് വൈൻഡറിനെ പിടിച്ചത്. അയാളെ ഇപ്പൊ അവരുടെ കയ്യിലാണ് അവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ അവരവിടെ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോറസ് ഉടനെ ആ കമ്പ്യൂട്ടർ വഴി ആ സ്റ്റേൺസിന്റെ ആ മൈൻഡ് കൺട്രോൾ ഡിസേബിൾ ചെയ്യാണ്. ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് സാം നേരെ പോകുന്നത് സൈഡ് വൈൻഡറിന്റെ അടുത്തേക്കാണ്. ആരാണ് ഈ സാമുവൽ സ്റ്റേൺസ്, എന്താണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാം അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. ഈ സമയം അയാൾ ആ സ്റ്റേൺസിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി. ഹൾക്കും അബോമിനേഷനും തമ്മിൽ ഫൈറ്റ് നടന്ന ആ രാത്രിയിൽ സാമുവൽ സ്റ്റേൺസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് എന്റെ ടീമാണ്. അന്ന് അവർ പറഞ്ഞത് ബ്രൂസിന്റെ ബ്ലഡായി സ്റ്റേൺസ് ഇൻഫെക്റ്റഡ് ആയി എന്നാണ്. പക്ഷെ ആ ബ്ലഡ് കാരണം അവന് സ്ട്രെങ്ത് അല്ല കിട്ടിയത്. അവന് കിട്ടിയത് ശക്തിയുള്ള ഒരു മൈൻഡാണ്. അവന്റെ മനസ്സുകൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാൽക്കുലേഷൻസും ചെയ്യാൻ പറ്റും. ആ സമയത്തുള്ള തേഡിയസിന്റെ സ്വഭാവം നിനക്കറിയാലോ. അയാൾ ഒരു അവസരം കണ്ടെത്തി. സ്റ്റേൺസിന്റെ ശരീരത്തിൽ നിന്നും ഗാമ റൈസ് ഒഴിവാക്കുന്നതിന് പകരം അയാൾ അവന്റെ ശരീരത്തിലെ ഡോസ് കൂട്ടിക്കൊടുത്തു. അങ്ങനെ സ്റ്റേൺസിന്റെ ആ മൈൻഡ് ക്യാപ്പബിലിറ്റി ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സ്റ്റേൺസ് തേഡിയസിന്റെ ഒരു തിങ്കിങ് ടാങ്ക് ആയിരുന്നു. അയാളുടെ ഐഡിയ വെച്ചിട്ട് തേഡിയസ് ഒരുപാട് ടെക്നോളജിയും വെപ്പൺസും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ സ്റ്റേൺസിന്റെ തന്നെ ഐഡിയാസ് വെച്ചിട്ടാണ് അയാൾ ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നൊക്കെയാണ് ആ സൈഡ് വൈൻഡർ പറയുന്നത്. അപ്പൊ സ്റ്റേൺസ് നിന്നെ ജപ്പാന്റെ അഡമാൻഡി എടുക്കാൻ വേണ്ടി ഹയർ ചെയ്തു. ജപ്പാനും അമേരിക്കയും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്ന അറിഞ്ഞിട്ട് തന്നെയാണ് അയാൾ ചെയ്തത്. അതല്ലേ സത്യം? അതെ ക്യാപ്റ്റൻ, അയാൾക്ക് അറിയാമായിരുന്നു. അയാൾ ഞങ്ങൾക്ക് കാശ് തന്നത് CIA ഒരു ബ്ലാക്ക് ഫണ്ട് വഴിയാണ്. സൈഡ് വൈൻഡർ അത് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു പ്രശ്നം യുദ്ധത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം സാമിന് മനസ്സിലായി. അങ്ങനെ അയാളോടുള്ള സംസാരത്തിന് ശേഷം സാം ബാക്കിയുള്ളവരുടെ അടുത്തെത്തി. ഒരു യുദ്ധം ഉണ്ടാക്കി എല്ലാ പ്രശ്നവും റോസിന്റെ തലയിലിടാനാണ് ആ സാമുവൽ സ്റ്റേൺസ് ശ്രമിക്കുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കാര്യം റോസിനെ അറിയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ മൊത്തം പ്രശ്നമാവും എന്നാണ് സാം പറയുന്നത്. അങ്ങനെ അവർ വേഗം തന്നെ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ സാമും ടോറസും നേരെ പോകുന്നത് ആ സെലസ്റ്റിയൽ ഐലൻഡിലേക്കാണ്. ഇവിടെയാണ് ആ അഡമാൻഡി ഉള്ളത്. അമേരിക്കയുടെ ഒരു ഷിപ്പ് അവിടെയുണ്ട്. അവിടേക്കാണ് അവർ ലാൻഡ് ചെയ്യുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ റൂത്തും അങ്ങോട്ട് എത്തി. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ പ്രസിഡന്റിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. സാം അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ തന്നെ പ്രസിഡന്റിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതിൽ നിന്നും ഒഴിവായി നിൽക്കാൻ എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. അതിന് മറുപടി പറയുന്നത് റൂത്താണ്. ഞാനാണ് ഇവരിങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. ഇവന് ചില കാര്യങ്ങളൊക്കെ അറിയാം. അത് നിങ്ങളോട് പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഈ സമയം സാം പ്രസിഡന്റിനോട് സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് രണ്ടുപേർക്കും അറിയാം ബ്രാഡ്ലി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ആരാണ് ഇതിന്റെയൊക്കെ പുറകിലെന്നും എനിക്കറിയാം. പക്ഷെ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ല. ആ കാര്യങ്ങളൊക്കെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് പറയാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നാണ് സാം പറയുന്നത്. ഇതേ സമയം തന്നെ അമേരിക്കയുടെ 2 ജെറ്റ് വിമാനങ്ങൾ അതിലെ പറക്കുന്നുണ്ട്. അതിനിടയിലാണ് അവരുടെ വയർലെസ്സിൽ ആ സ്റ്റേൺസിന്റെ പാട്ട് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ആ 2 ജെറ്റ് വിമാനങ്ങളുടെ പൈലറ്റും ഇപ്പൊ സ്റ്റേൺസിന്റെ കൺട്രോളിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം അവർ നേരെ പോകുന്നത് ജപ്പാന്റെ ഒരു ഷിപ്പിന്റെ അടുത്തേക്കാണ്. ഇതേ സമയം തന്നെ പ്രസിഡന്റ് സാമിനെ റൂമിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. സാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാമുവൽ സ്റ്റേൺസ് ആഗ്രഹിക്കുന്നത് അമേരിക്കയും ജപ്പാനും തമ്മിലൊരു യുദ്ധമാണ്. അതിനുവേണ്ടി അയാൾ ചെയ്തു വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ആ സൈഡ് വൈൻഡർ ആദ്യം അഡമാൻഡിയം മോഷ്ടിച്ചതും പിന്നെ വൈറ്റ് ഹൗസിലുണ്ടായ അറ്റാക്കും പിന്നെ CIA അക്കൗണ്ട് വഴി പൈസ അയച്ചത്, ഇതെല്ലാം അയാളുടെ പ്ലാൻ ആയിരുന്നു. അയാൾക്കൊരു പവർ ഉണ്ട്, മൈൻഡ് കൺട്രോൾ. അയാളിപ്പോൾ ഒരു ടെക്നോളജി വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാണ്. അങ്ങനെയാണ് അയാൾ ഈ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നത്. ഒരുപക്ഷെ അയാൾക്ക് നിങ്ങളെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡാറ്റ അയാളുടെ കയ്യിൽ വന്നത്? അത് നിങ്ങൾ പറഞ്ഞേ മതിയാവൂ എന്നാണ് സാം പറയുന്നത്. ആദ്യമൊന്നും അത് പറയാൻ കൂട്ടാക്കത്തില്ലെങ്കിലും സാം ഒരുപാട് നിർബന്ധിക്കുമ്പോൾ അയാൾ ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്റെ ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കേണ്ടതുമായിരുന്നു. ഒരു ഡോക്ടേഴ്സിനും അത് ശരിയാക്കാൻ സാധിച്ചില്ല. പക്ഷെ ആ സ്റ്റേൺസിനെ കൊണ്ട് അത് പറ്റി. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗുളിക കണ്ടില്ലേ, ഇത് അവൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇതാണ് ഇപ്പൊ എന്റെ ജീവൻ നിലനിർത്തുന്നു. അതിന് പകരമായിട്ടാണ് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തത് എന്നൊക്കെയാണ് പ്രസിഡന്റ് പറയുന്നത്. അങ്ങനെ അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരാൾ അങ്ങോട്ട് വരുന്നത്. നമ്മുടെ 2 ജെറ്റുകൾ ജപ്പാന്റെ കപ്പലിന് നേരെ ഫയർ ചെയ്തു എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ജപ്പാൻകാരാണെങ്കിൽ ഒരു ഡിഫൻസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അമേരിക്കക്കാരാണെങ്കിൽ ആ 2 പൈലറ്റ്സിനെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് അറിയത്തില്ലല്ലോ അവരുടെ മൈൻഡ് ഇപ്പൊ കൺട്രോൾഡ് ആണെന്ന്. അവർക്കാണെങ്കിൽ ആ പൈലറ്റ്സുമായിട്ട് ഒരു കണക്ഷനും കിട്ടുന്നില്ല. അത് മനസ്സിലായ ഉടനെ തന്നെ എങ്കിൽ ഞങ്ങൾ ഈ കാര്യം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് സാം വേഗം തന്നെ ടോറസിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങാണ്. ഈ സമയമാകുമ്പോഴേക്കും ജപ്പാൻ ജെറ്റുകളൊക്കെ അമേരിക്കൻ കപ്പലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവരെ തടഞ്ഞിട്ടില്ലെങ്കിൽ പണിയാണ് എന്ന കാര്യം സാമിന് മനസ്സിലായി. അങ്ങനെ ഉടനെ തന്നെ അവർ മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അങ്ങനെ അവർ ആ ജപ്പാൻകാരുടെ ഫ്ലൈറ്റിന്റെ അടുത്തെത്തി അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി.
പക്ഷെ അവരതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് ആ അമേരിക്കൻ ജെറ്റിൽ നിന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത്. ഈ സമയം ജപ്പാൻകാരാണെങ്കിൽ അമേരിക്കൻ ഷിപ്പിന് നേരെ മിസൈൽസ് ഫയർ ചെയ്യാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലം ഫൈറ്റ് ആണ്. ഇതേ സമയം തന്നെ റോസ് ആണെങ്കിൽ ജപ്പാൻ പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളല്ല ഇതൊന്നും ചെയ്യുന്നത്, ആ പൈലറ്റുകൾക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യാനൊരു നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടില്ല, നിങ്ങൾ ദയവ് ചെയ്ത് പിന്തിരിയണം, ഞങ്ങൾ അവരെങ്ങനെയെങ്കിലും തിരിച്ചു വിളിച്ചോളാം എന്നൊക്കെയാണ് റോസ് പറയുന്നത്. എന്നാൽ ജപ്പാൻ പ്രസിഡന്റ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും പ്രസിഡന്റിന് വല്ലാതെ പ്രഷർ വരാൻ തുടങ്ങി. അയാളിപ്പോൾ ആ ഷിപ്പിന്റെ ഉള്ളിലൂടെ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുകയാണ്. ഈ സമയത്താണ് സ്റ്റേൺസ് അയാളെ വിളിക്കുന്നത്. അയാളുടെ ശബ്ദമാണ് റോസിന്റെ ഹെഡ്സെറ്റിലൂടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം റോസിന് അയാളുടെ ആ പ്രഷർ താങ്ങാനേ പറ്റുന്നില്ല. ഈ സമയവും പുറത്ത് ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ടോറസ് ഒരു മിസൈൽ തടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവനത് തകർത്തെങ്കിലും അവനും ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവൻ ആ കടലിലേക്ക് വീണു പോവാണ്. ഈ സമയവും ആ സ്റ്റേൺസ് റോസിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് സമയം, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ദേഷ്യം പുറത്തു കൊണ്ടുപോവാ, നിങ്ങളുടെ ഒരു കൈ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തും തകർത്ത് കളയാൻ സാധിക്കും, പെട്ടെന്ന് ആ ക്യാപ്റ്റൻ അമേരിക്കനെ കൊല്ല് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം റോസിന്റെ കണ്ണിന്റെ കളറൊക്കെ മാറി ചുവന്ന കളറാവാൻ തുടങ്ങി. മാത്രമല്ല അയാളുടെ കൈകളിലും എന്തൊക്കെയോ മാറ്റം വരുന്നുണ്ട്. ഇതേ സമയം തന്നെ സാം ആണെങ്കിൽ ജപ്പാൻ ഷിപ്പിന് നേരെ ഷൂട്ട് ചെയ്ത ഒരു ജെറ്റിന്റെ പുറകിലാണ്. മറ്റേ ജെറ്റിലെ പൈലറ്റിനെ അവർ പുറത്തേക്ക് ഇറക്കി ആ ജെറ്റ് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ ഈ ജെറ്റിലെ പൈലറ്റിനെയും പുറത്തേക്ക് ഇറക്കിയിട്ട് ജെറ്റ് തകർത്ത് കളയാണ്. ഇതേ സമയം തന്നെ റോസ് ആണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ടൈലർ അങ്ങോട്ട് വരുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക 2 ജെറ്റുകളും തകർത്ത് കളഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോഴാണ് റോസിനൊന്ന് സമാധാനമാകുന്നത്. അതോടുകൂടെ അയാൾ നോർമൽ അവസ്ഥയിലേക്ക് വരികയാണ്. ഇതേ സമയം തന്നെ ബാക്കി ആളുകളൊക്കെ കടലിൽ വീണ ടോറസിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരവനെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണ്. സാമും അവനെ കാണാൻ വന്നിട്ടുണ്ട്. വളരെ വിഷമത്തോടെയാണ് സാം ഇപ്പോൾ അവനെ നോക്കി നിൽക്കുന്നത്. ഈ സമയത്താണ് ഒരു അതിഥി അവനെ കാണാൻ വരുന്നത്. അത് ബക്കിയായിരുന്നു. അങ്ങനെ അവനെ കണ്ട ഉടനെ തന്നെ സാം ബക്കിയെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യം തടയാൻ പറ്റുന്നില്ല ബക്കി, ഞാനും നിങ്ങളെപ്പോലെ ആ സീറോ എടുക്കണമായിരുന്നു. എന്തിനാണ് നീ സീറോ എടുത്തിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിനക്കറിയോ, പ്രസിഡന്റ് എന്റെ അടുത്ത് പറഞ്ഞത് അവഞ്ചേഴ്സിനെ റീസ്റ്റാർട്ട് ചെയ്യാനാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എന്ത് ചെയ്യണം? നീ ടോറസിനെ കണ്ടില്ലേ, അവന് ഹോസ്പിറ്റലിലായി, അവന്റെ ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ ബ്രാഡ്ലിയോ, അവൻ ജയിലിലാണ്. ആ സ്റ്റേൺസിന് എന്റെ കയ്യിൽ കിട്ടിയതായിരുന്നു, എന്നിട്ട് പോലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ കാരണം ഇപ്പൊ ഒരു യുദ്ധം തന്നെ നടക്കേണ്ടതായിരുന്നു. ഇതിന്റെ ഒക്കെ കാരണം എനിക്ക് പവർ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറയാം, സ്റ്റീവ് ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു. ആ ഷീൽഡ് എനിക്ക് തരാൻ പാടില്ലായിരുന്നു. വളരെ സങ്കടത്തോടെയാണ് സാം അത് പറയുന്നത്. അല്ല സാം, അവൻ ശരിയായ കാര്യം തന്നെയാണ് ചെയ്തത്. അവൻ നിനക്ക് ആ ഷീൽഡ് തന്നത് നിനക്ക് ശക്തിയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, നീ തന്നെയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. നീ വിചാരിക്കുന്നത് ആ സീറം നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ നീ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ നിനക്ക് രക്ഷിക്കാൻ പറ്റുന്നതാണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റീവിനെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ. അവന്റെ ശരീരത്തിൽ ആ സീറം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവൻ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ അവന് സംരക്ഷിക്കാൻ പറ്റിയോ? നീ ഒരു സാധാരണ മനുഷ്യനാണ് സാം, നീ ഇപ്പൊ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബക്കി അവനെ മോട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം ബക്കി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ സാമിന്റെ ആ പട്ടാളക്കാരൊക്കെ ഒരു ഓപ്പറേഷന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് അയാൾക്കൊരു കോള് വരുന്നത്. നേരത്തെ സാമിന് റോസ് ഉപയോഗിക്കുന്ന ഗുളികകൾ കിട്ടിയിട്ടില്ലായിരുന്നോ? അതെന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൻ ഈ പട്ടാളക്കാരനാണ് കൊടുത്തത്. ഈ പട്ടാളക്കാരനാണെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. അയാളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് എവിടെ നിന്നാണ് ആ ഗുളിക കിട്ടിയത്? ആ ഗുളികയിൽ ഗാമ റേഡിയേഷൻസ് ലോഡ് ചെയ്തിരിക്കുകയാണ്, ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അയാൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അയാൾ ഉടനെ തന്നെ സാമിനെ വിളിക്കാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്താണ് ആ സ്റ്റേൺസ് അയാളുടെ അടുത്തേക്ക് വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്, അതിൽ നിന്നും വല്ലാത്തൊരു ശബ്ദമാണ് ഉണ്ടാവുന്നത്. ആ പട്ടാളക്കാരൻ അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ അയാൾ മരിച്ചു വീഴാണ്. അങ്ങനെ പിറ്റേ ദിവസമായി പ്രസിഡന്റ് ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചിരിക്കുകയാണ്. നേരത്തെ നടന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സാം ആണെങ്കിൽ വേറൊരു ഭാഗത്താണ് ഇരിക്കുന്നത്. ഈ സമയത്താണ് ആ സ്റ്റേൺസ് അവന്റെ അടുത്തേക്ക് വരുന്നത്. നീ ഒരാളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഞാൻ ഉണ്ടാക്കിയ എല്ലാ പ്ലാനും ഇല്ലാതാക്കിയത്. അത് നടക്കാത്തതുകൊണ്ട് എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ ഞാൻ തന്നെ ഇപ്പൊ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കണം സാം, നീ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ആരാണ് എന്ന് വെളിയിൽ കൊണ്ടുവരാ, അത് ഉടനെ തന്നെ നടക്കാൻ പോവാണ്. ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നീ നടത്തിയത് ഒരു യുദ്ധത്തിനുള്ള പ്ലാൻ ആയിരുന്നില്ല. നിനക്ക് പ്രസിഡന്റിന്റെ പാരമ്പര്യം തന്നെ നശിപ്പിക്കണം, അതല്ലേ നീ ഉദ്ദേശിക്കുന്നത്? അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നീയൊന്നും വിചാരിക്കുന്ന പോലെയല്ല. അതാണ് ഇനി നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയവും ആ പത്രസമ്മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന രീതിയിലാണ് ആ പത്രക്കാർ സംസാരിക്കുന്നത്. അവരുടെ ആ ചോദ്യങ്ങളൊക്കെ അയാൾക്ക് പിന്നെ നല്ല പ്രഷർ വരുത്താൻ തുടങ്ങി. സാം ആണെങ്കിൽ അവിടുത്തെ പട്ടാളക്കാരെയൊക്കെ വിളിച്ചിട്ട് ആ സ്റ്റേൺസിനെ അറസ്റ്റ് ചെയ്യാൻ പറയാണ്. അതിനുശേഷം സാം നേരെ പോകുന്നത് ആ പ്രസ് മീറ്റ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ സമയത്താണ് വേറൊരു കാര്യം നടക്കുന്നത്. ആ പത്രക്കാർക്കെല്ലാം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് സാമുവൽ സ്റ്റേൺസ് അയച്ചതാണ്. അയാളെ വെച്ചിട്ടാണ് പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടിയത് എന്നിങ്ങനെയുള്ള ചില ഡീറ്റെയിൽസ് ആണ് ആ മെസ്സേജിൽ പറയുന്നത്. അവർ അതിനെക്കുറിച്ച് പ്രസിഡന്റിനോട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രസിഡന്റ് ആണെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ
സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്. പ്രസിഡന്റും സ്റ്റേൺസും തമ്മിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ആ സ്പീക്കറിലൂടെ പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇതും കൂടെ കേൾക്കുമ്പോൾ പ്രസിഡന്റിന് തീരെ പറ്റുന്നില്ല. ആൾക്കാരൊക്കെ പുള്ളിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് പ്രസിഡന്റിന്റെ രൂപം മാറുന്നത്. അതെ, അയാൾ ഇപ്പൊ ആ റെഡ് ഹൾക്കായിട്ട് മാറിയിരിക്കുകയാണ്. അയാളെ പെട്ടെന്ന് തന്നെ അവിടെ മൊത്തം ഇടിച്ച് നിരത്താൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും അയാൾക്കൊന്നും പറ്റുന്നില്ല. പെട്ടെന്നാണ് സാം അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇതായിരുന്നു സ്റ്റേൺസ് ഉദ്ദേശിച്ചത് എന്ന കാര്യം സാമിന് മനസ്സിലായി. ഈ സമയത്താണ് റോസ് സാമിനെ അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു കിടിലം ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ റെഡ് ഹൾക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാവുമ്പോൾ സാം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. റെഡ് ഹൾക്കും അവനെ ഫോളോ ചെയ്ത് വരികയാണ്. സാം നേരെ പോകുന്നത് കുറെ പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇത് പ്രസിഡന്റിന്റെ മകളുടെ ഫേവറേറ്റ് സ്ഥലമാണ്. ഒരു പക്ഷെ അങ്ങോട്ട് കൊണ്ടുവന്ന അയാളുടെ മനസ്സ് ചേഞ്ച് ആവും എന്ന് വിചാരിച്ചിട്ടാണ് സാം അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലായിരുന്നു. റെഡ് ഹൾക്ക് പിന്നെയും സാമിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ഹൾക്ക് അവന്റെ ഒരു ചിറക് പറിച്ചെടുക്കുന്നത്. അതിനുശേഷം അവൻ ഒരൊറ്റ ഇടി കൊടുക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോ സാമിനാകെ ഒരൊറ്റ ചിറക് ബാക്കിയുള്ളൂ. പെട്ടെന്നാണ് ഹൾക്ക് സാമിനെ നേർക്ക് ചാടുന്നത്. അങ്ങനെ ഹൾക്ക് സാമിന്റെ അടുത്തെത്തുമ്പോൾ സാം ആ ചിറക് വെച്ചിട്ട് ഹൾക്കിന്റെ വയറിനിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. പിന്നെ നടക്കുന്നത് ശക്തമായിട്ടൊരു പൊട്ടിത്തെറിയാണ്. അതിൽപ്പെട്ട് അവർ രണ്ടുപേരോടും തെറിച്ചു പോകുന്നു. അങ്ങനെ ആ പൊട്ടിത്തെറിയൊക്കെ അടങ്ങിക്കഴിയുമ്പോൾ ബാക്കി ആൾക്കാരൊക്കെ അങ്ങോട്ട് എത്തി. അവർ ഉടനെ തന്നെ സാമിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയവും ഹൾക്ക് അതുപോലെ തന്നെയുണ്ട്. അയാൾ വീണ്ടും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. അയാളെ ഫൈറ്റ് ചെയ്തിട്ടൊന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം സാമിന് അറിയാം. അതുകൊണ്ട് തന്നെ സാം ഇപ്പോൾ അയാളോട് സംസാരിക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് വൃത്തികേടുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നിങ്ങൾ മാറാൻ ശ്രമിക്കുകയാണെന്നും എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ മകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവളുടെ മുന്നിലെങ്കിലും നിങ്ങൾക്ക് ചേഞ്ച് ആവണ്ടേ, ഈ ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ചേഞ്ച് ആവണ്ടേ, നിങ്ങൾ അതിനൊന്ന് ശ്രമിക്കേ എന്നൊക്കെയാണ് സാം പറയുന്നത്. ഈ സമയം അവിടുത്തെ ആ പൂക്കളുടെ ഒരു എതൾ അങ്ങോട്ട് പറന്നു വരുന്നുണ്ട്. പുള്ളി ഉടനെ തന്നെ ആ എതള് കയ്യിൽ പിടിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് ആ പൂക്കൾ എന്ന് പറയുന്നത് അയാളുടെ മകള് തന്നെയാണ്. ഈ സമയം അയാൾ ചെറുതാവാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ നോർമൽ അവസ്ഥയിലേക്ക് വരികയാണ്. അതൊക്കെ കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് സാം. അങ്ങനെ അവർ ഉടനെ തന്നെ റോസിനെ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരിപ്പോ സ്റ്റേൺസിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. അയാൾ ശരിക്കും സന്തോഷത്തിലാണ്. അയാൾ ഉടനെ തന്നെ സാമിനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ സാം അടുത്തതായിട്ട് പോകുന്നത് ആ റാഫ്റ്റിലേക്കാണ്. അവിടെയാണ് അവർ തേഡീസിനെ പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ റോസിനെ കാണുമ്പോൾ സാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലം കഴിച്ചുകൊണ്ടിരുന്ന ആ ഗുളികയിൽ ഗാമ റേഡിയേഷൻ ഉണ്ടായിരുന്നു. ഇത്രയും വർഷം അത് കഴിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ശരീരം എങ്ങനെയായത് എന്നാണ് സാം പറയുന്നത്. ആ കാര്യം പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം സാം അയാളുടെ മകളായ ബെറ്റി അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ബെറ്റി അയാളുടെ അടുത്തൊന്ന് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും സന്തോഷത്തിലാണ്. അടുത്തതായിട്ട് സാം പോകുന്നത് ടോറസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അവന് ബോധമൊക്കെ വന്നിട്ടുണ്ട്. പ്രസിഡന്റ് എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, നമ്മൾ അവഞ്ചേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പോവാണ്. അയാൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ ലോകത്തിന് അവഞ്ചേഴ്സിന് ആവശ്യമുണ്ട്. നീയാണല്ലോ അടുത്ത ഫാൽക്കൺ, അതുകൊണ്ട് ഉടനെ തന്നെ തയ്യാറായിക്കോ എന്നാണ് സാം പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് സാം പോകുന്നത് ആ സ്റ്റേൺസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയാളും ഇപ്പൊ ജയിലിലാണ്. നിന്റെ വിചാരം നീ എല്ലാത്തിലും ജയിച്ചു എന്നാണോ? എങ്കിൽ നിനക്ക് തെറ്റി സാം. എന്റെ കാൽക്കുലേഷനിൽ ഞാൻ ചിലതൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഹീറോസും ചേർന്നിട്ട് ഈ ലോകത്തെയല്ലേ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ വിചാരം ഈ ഒരൊറ്റ ലോകം മാത്രമേ ഉള്ളൂ എന്നാണോ? അല്ല സാം, വലുത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ അതിൽ നിന്ന് ഈ ലോകത്തെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് സാം. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിറക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.